നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഡ്രോൺ ഷോ പോലൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ? അതല്ലെങ്കിൽ ഇങ്ങനെ ആകാശത്തിലെ ഈ പൂത്തിരി കത്തിച്ച പോലെ ഈ മത്താപ്പൂ മേശപ്പൂ കത്തിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ഇതങ്ങനെയല്ല. ഇതിപ്പോൾ കുറച്ച് മുമ്പ് ബഹ്റൈനിലോട്ട് വന്നിട്ടുള്ള ഇറാൻ്റെ ആക്രമണത്തിന് അല്ലെങ്കിൽ മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളുമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അറ്റ് എ ടൈമിൽ ഇറാൻ ബഹ്റൈനിലോട്ട് ഇപ്പം തൊടുത്ത് വിട്ടിട്ടുള്ള മിസൈലുകളുടെ അവസ്ഥയാണിത്. ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് ഇറാൻ ബഹ്റൈനിലോട്ട് ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങുന്ന മിസൈലുകളാണ് തൊടുത്തു വിട്ടത് എന്ന് പറയുന്നു. അതാണ് ഈ കാണപ്പെടുന്നത് എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ട്. ചെറിയ കാര്യമൊന്നുമല്ല. ബഹ്റൈനിലോട്ടുള്ള എല്ലാ ഇൻകമ്മിങ് അതായത് ഡിപ്പാർട്ട് ചെയ്തിട്ടുള്ള ഫ്ലൈറ്റുകൾ, അറൈവലിനുള്ള ഫ്ലൈറ്റുകളെല്ലാം തിരിച്ചു വിട്ടിട്ടുണ്ട്. അവിടുത്തെ എയർപോർട്ട് കംപ്ലീറ്റ്ലി ക്ലോസ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതായത് ഒന്നും അങ്ങോട്ട് ഇനിയില്ല, ഇപ്പോൾ തൽക്കാലത്തോട്ട് അങ്ങോട്ട് വരണ്ട എന്നുള്ള അവസ്ഥയിലാണ്. അത്രയും ഭയാനകമായിട്ടാണ് ഇപ്പം യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് മാത്രമല്ല, ഇതേ സ്ഥാനത്ത് കുവൈറ്റിലും അതുപോലെ തന്നെ കുറച്ച് മുമ്പ് അടിച്ചിട്ടുണ്ട്. കുവൈറ്റിലെ പ്രത്യേകിച്ച് അമേരിക്കൻ പട്ടാളക്കാരുടെ റെസിഡൻഷ്യൽ ഏരിയയിലോട്ട് അല്ലെങ്കിൽ അവിടെ റിസൈഡ് ചെയ്തിട്ടുള്ള പട്ടാളക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ വരുത്തിയിട്ടുള്ളത് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ എത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ട്. ഇതിന് കാരണം വേറെ ഒന്നുമില്ല. അമേരിക്ക കുറച്ച് മുമ്പ് ഇറാനിലോട്ട് വീണ്ടും 5 സ്ഥലങ്ങളിലോട്ട്, ഇറാൻ്റെ 5 പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലോട്ടാണ് അമേരിക്കയുടെ ബോംബിംഗ് നടന്നിട്ടുള്ളത്. തിരിച്ചുള്ള ഇറാൻ്റെ റിട്ടൈലേഷനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാതൃകയിലുള്ള ബോംബിംഗ്. ഇനി ഏത് രീതിയിലോട്ടാണ് ഈ യുദ്ധം ഓരോ സമയവും ഓരോ മണിക്കൂറുകളിലും ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായില്ലേ? നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്തെ നമ്മുടെ താഴത്ത് വന്ന് സംസാരിക്കുന്നത്, ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത് എന്തുകൊണ്ടാണ്, ഈ വീഡിയോൻ്റെ താഴത്ത് വന്നിട്ട് ഒരു അന്തവും ബോധവും ഇല്ലാതെ, സംഖ്യയ്ക്ക് ബോധം വിവരമില്ല, അതല്ലാത്ത ആൾക്കാർ, അവിടെയൊക്കെ തന്നെയുള്ള ആൾക്കാർ വന്നിടുന്ന കമൻറ്റുകളും മെസ്സേജുകളും കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. ഇവന്മാരൊന്നും കാണുന്നില്ല. വല്ല റൂമിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഇരുന്നിട്ട് നിങ്ങൾ വല്ല സൗണ്ട് എപ്പോഴും കേൾക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, നിങ്ങൾ സേഫാന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ തോന്നല. ഈ യുദ്ധം മുറുകും തോറും ഇപ്പം ബേസുകളിലോട്ട് പോകുന്ന ബോംബുകളും മിസൈലുകളും അടുത്തത് വരാൻ പോകുന്നത് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലോട്ടാണ്. അവിടെയൊക്കെ പെട്ടിട്ടുള്ള ആൾക്കാരുടെ ജീവനല്ലാണ്ടാവും പോകുന്നത്. അതുകൊണ്ട് കരുതി തന്നെ ഇരുന്നേ പറ്റുള്ളൂ. അല്ലാണ്ട് ഇത് വളരെ ഈസിയാണ്, ഞങ്ങളുടെ ഷെയ്ക്കുമാരെ ഞങ്ങൾ നോക്കിക്കോളും എന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഷെയ്ക്ക് ഒരൊറ്റ ഷെയ്ക്കിംഗ് ആയിരിക്കും. ആ ഷെയ്ക്കിൻ്റെ അവസാനം ഉണ്ടല്ലോ, ഷെയ്ക്കിൻ്റെ പൊടി പോലും ആരും കാണൂല, നിന്റെ പൊടി കാണൂല. ഷെയ്ക്ക് അങ്ങ് യൂറോപ്പിലെത്തും, നീയൊക്കെ അങ്ങ് കിടക്കും എവിടെ, പരലോകത്ത്. ഇത് അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് കുവൈറ്റിലും ബഹ്റൈനിലുമാണ്. കാരണം ഇപ്പം കുവൈറ്റിൻ്റെയും ബഹ്റൈനിലും കേന്ദ്രീകരിച്ചിട്ടാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 2 സ്ഥലങ്ങളിലോട്ട് മാത്രം ഈ ആക്രമണം ഇപ്പം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇനി അത് മാറി UAEയും അതുപോലെ തന്നെ ബാക്കിയുള്ള രാജ്യങ്ങളും കൂടെ അതിൻ്റെ കൂടെ കൂടുകയാണെങ്കിൽ ഈ പറഞ്ഞ അടി എല്ലാ സ്ഥലത്തോട്ടും വരും. നിങ്ങൾ ആലോചിച്ച് ഒരേ സമയത്ത് ഇത്രയും മിസൈലുകളും ക്ലസ്റ്റർ ബോംബുകൾ പിടിപ്പിച്ചിട്ടുള്ള ഇത്രയും മിസൈലുകളും അതല്ലെങ്കിൽ ഡ്രോണുകളും വരുന്നുണ്ടെങ്കിൽ ഇറാൻ്റെ സ്റ്റോക്ക് ഇനിയും എത്ര കാണും? ഇതിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്രയും 3 മാസമായിട്ട്. അപ്പോൾ ഇറാൻ്റെ കയ്യിൽ എത്രത്തോളം സ്റ്റോക്ക് ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറാൻ പുറത്തോട്ട് എടുത്തു വെച്ചിട്ടുള്ള, അതായത് ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് ആയിട്ട് ആക്രമണം നടത്തുന്ന 3 തരം പുതിയ മിസൈലുകളാണ്. പുതിയതല്ല, അവരുടെ ശേഖരത്തിലുള്ള മിസൈലുകൾ തന്നെ. ഒന്ന് കൊറംഷെയർ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട്. പിന്നെ ഫത്താഹ് ഡ്രോണുകളെ പറ്റി അറിയാം. പിന്നെ സുൽഫിക്കർ 2 എന്ന് പറഞ്ഞ മിസൈലുകൾ. ഈ 3 ഗ്രൂപ്പ് ഓഫ് മിസൈലുകൾ ഒരേ സമയത്താണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലോട്ട് അയക്കുന്നത്, അതായത് US താവളങ്ങൾ ലക്ഷ്യമിട്ട് അയക്കുന്നത് എന്നുള്ള വാർത്തയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തോട്ട് വന്നിട്ടുള്ളത്. പിന്നെ മറ്റൊരു വാർത്ത, ബഹ്റൈനിൽ തന്നെ ഈ പറഞ്ഞ US ബേസുകളല്ലാണ്ട് ബഹ്റൈനിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലോട്ട് ഇപ്പം കുറച്ച് മുമ്പ് ആക്രമണം നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ബേസ് കഴിയും, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഏരിയകളിലോട്ട് പോകും, പിന്നെ ഇൻഡസ്ട്രിയൽ ഏരിയയിലോട്ട് വരും, പിന്നെ ബിസിനസ് ഏരിയയിലോട്ടൊക്കെ യുദ്ധം വരും. ഇപ്പം ബഹ്റൈനിലെ അൽ മാമൂർ ഇൻഡസ്ട്രിയൽ ഏരിയയിലോട്ടാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപകടം വന്നിട്ടുള്ളത്. അങ്ങോട്ട് പോകുന്ന അവിടെ അഗ്നിശമന സേന അങ്ങോട്ട് പോകുന്ന വീഡിയോസൊക്കെ ഔട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ കംപ്ലീറ്റ്ലി ആ ഭാഗത്തുള്ള ആൾക്കാരോടൊക്കെ അലേർട്ടുകളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉള്ളവർക്കറിയാം അവിടെ യഥാർത്ഥത്തിൽ അതായത് ഈ എഫക്റ്റ് ചെയ്ത ആളുകൾക്കറിയാം എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. കാരണം ബഹ്റൈനിലെ പാട്രിയോട്ട് സിസ്റ്റം കഴിഞ്ഞ ദിവസം തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അതായത് 5th ഫ്ലീറ്റിലെ പാട്രിയോട്ട് സിസ്റ്റങ്ങളും ബാക്കി എല്ലാ സിസ്റ്റങ്ങളും ഇറാൻ ഓൾറെഡി ആദ്യം തകർത്തു. ഇറാൻ ആദ്യം US ബേസുകൾ അങ്ങ് എടുക്കുന്ന സമയത്ത് വെറുതെ കണ്ണടച്ച് മിസൈൽ വിടല്ലേന്ന് അവിടുത്തെ മിസൈൽ ഇൻറ്റർസെപ്റ്റേഴ്സിന് ആദ്യം തകർക്കും. ആദ്യം അതിൻ്റെ ബാറ്ററി ഏരിയകളെ തകർക്കും, അതിൻ്റെ ഫ്യൂലിംഗ് ഏരിയ തകർക്കും. പിന്നെ അതിൻ്റെ ആ സിസ്റ്റത്തിനെ കംപ്ലീറ്റ്ലി തകർക്കുന്ന രീതിയിൽ ആദ്യം മിസൈലുകളും ഡ്രോണുകളും പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള പട്ടാളക്കാരെ ഫോക്കസ് ചെയ്തിട്ടില്ല, എവിടെയാണ് അവന്മാരുള്ളത് അവന്മാരെ തകർത്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ മൊത്തം, അവിടെ വേറെ വല്ല ഫൈറ്റർ ജെറ്റുകളോ കാര്യങ്ങളോ അത് തകർക്കും. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് സ്ഥലത്തോട്ട് വരും. അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതാണ് ഇപ്പം ബഹ്റൈനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ അവരുടെ കയ്യിൽ തക്കതായിട്ടുള്ള മിസൈൽ ഇൻ്റർസെപ്റ്റേഴ്സ് ഇല്ലാത്ത ഒരവസ്ഥ. ജോർദാൻ്റെ അവസ്ഥ പറയേ വേണ്ട. ജോർദാനിൽ തലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ടിരിക്കുക. ജോർദാനിൽ ഓരോ മിസൈലുകൾ പോയി വിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾ നോക്കി, ഇത്ര സ്പീഡിലാണ് ഓരോ മിസൈൽ വന്ന് പതിക്കുന്നത്. അത് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ ഒരു സംഭവം ജോർദാനിലില്ല, ഒക്കെ അടിച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. കുറച്ച് മുമ്പാണ് ഇപ്പം പെഷഷ്കിയാൻ, അതായത് ഇറാൻ്റെ പ്രസിഡന്റ് വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്, അമേരിക്കയുടെ സൈഡിൽ നിന്നുള്ള ഏത് തരത്തിലുള്ള ആക്രമണങ്ങളും ഞങ്ങൾ തകർക്കും, ഞങ്ങളുടെ ടെറിട്ടറി സംരക്ഷിക്കാനുള്ള എന്ത് ആക്രമണങ്ങളും ഞങ്ങൾ നടത്തും എന്നുള്ളൊരു പ്രസ്താവന തൊട്ടപ്പുറത്താണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ആക്രമണങ്ങളുടെ മൊത്തം ഈ ഇമേജസ് പുറത്തോട്ട് വരുന്നത്. നിങ്ങൾ തന്നെ നോക്കി, നിങ്ങൾ വെറുതെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ മിസൈലുകൾ പോകുന്ന അവസ്ഥ. പൂത്തിരി കത്തുന്ന പോലെ
10, 15, 20, 30, 50 കണക്കിലുള്ള മിസൈലുകളാണ് ഈ പറഞ്ഞ അറബ് രാജ്യങ്ങളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നലെയും മെനയാന്നുമായിട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ അടിച്ചതിൻ്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഇപ്പം പുറത്തോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യം നിങ്ങൾ ഈ കാണുന്ന ദൃശ്യമാണ് US ബേസ് ഖത്തറിൽ മെനയാന്ന് അടി കിട്ടിയിട്ടുണ്ട്. ഖത്തറിൻ്റെ ബേസ് തീർത്ത് കളഞ്ഞതിൻ്റെ ദൃശ്യങ്ങളാണ്. ഇത് കഴിഞ്ഞ് ബഹ്റൈൻ വരുന്നുണ്ട്. ബഹ്റൈനിലെ ഓൾമോസ്റ്റ് എല്ലാ കാര്യപ്പെട്ട സംഭവങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. പിന്നെ കുവൈറ്റ്, ഈ 3 സ്ഥലങ്ങളിലോട്ടും ഇറാൻ്റെ അടി കിട്ടിയതിൻ്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് ഇപ്പം പുറത്തോട്ട് വന്നിട്ടുള്ളത്. നമ്മൾ വിചാരിച്ചത് വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകുന്ന കാര്യം, ഈസി ഒട്ടുമല്ല. ഇന്നലെ ഇതേ സ്ഥാനത്ത് ഇറാൻ്റെ റെയിൽ സിസ്റ്റം കംപ്ലീറ്റ്ലി തകർത്തിട്ടില്ലേ, അതായത് റെയിൽവേ പോകുന്ന ബ്രിഡ്ജ് വരെ തകർത്തിട്ടുണ്ടായിരുന്നു. എവിടെ ഒരു 3 കഴിഞ്ഞ ആഴ്ച. അത് കഴിഞ്ഞിട്ട് അതേ സ്ഥലത്ത് ആ റെയിൽ അവർ നന്നാക്കി അതേ സ്ഥലത്ത് കൂടെ തീവണ്ടി ഓടിക്കുന്നതിൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാൻ എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ, അതായത് അവർ കംപ്ലീറ്റ്ലി വെൽ പ്ലാൻഡാണ്. നിങ്ങൾ എന്ത് തകർത്ത് കഴിഞ്ഞാലും ഞങ്ങളത് റീബിൽഡ് ചെയ്യും എന്നുള്ള അവസ്ഥയിൽ വിത്തിൻ 1 വീക്കിലാണ് ഈ കംപ്ലീറ്റ് സിസ്റ്റം അവർ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പം ഇറാൻ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്, പറയുന്നത്, ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. നമ്മൾ ഈ അമേരിക്കൻ സയനിസ്റ്റുകൾ പറയുന്നത് കേട്ടിട്ട് നമ്മൾ തുള്ളിച്ചാടാൻ നിൽക്കരുത്. അറ്റ്ലീസ്റ്റ് അത് ഈ കാണുന്ന ആൾക്കാരോടൊന്ന് പറയാനേ ഉള്ളൂ. അപ്പോൾ ഇനി ആക്രമണം ഇപ്പോൾ ഈ രാത്രി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതേതവസ്ഥയിലോട്ടാണ് പോകുക നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഒരു യുദ്ധം ഒന്നിനും പരിഹാരമല്ലെങ്കിലും അത് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം.